Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെറ്റ് ക്ലോത്ത് വെച്ചിട്ട് സാരി ബ്ലൗസിന്റെ ബാക്ക് നെക്ക് ഡിസൈനിങ് ആണ്. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഈ ബ്ലൗസിന്റെ തന്നെ സ്ലീവ് ഡിസൈനിങ് ആണ് ചെയ്തിരുന്നത്. അതൊരു പെൻഡന്റിന്റെ പാറ്റേണിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് അതിന്റെ സെക്കൻഡ് പാർട്ട് ആണ്. അതിൽ നമ്മൾ നെറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് ബാക്ക് നെക്ക് ഡിസൈൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ നെറ്റ് ഫിക്സിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ റൗണ്ട് ഫ്രെയിം വെക്കുക. അതിനുശേഷം നെറ്റ് ക്ലോത്ത് ഇടുക. അതിന് മുകളിലായിട്ട് നമ്മളുടെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ സ്ക്രൂ ഉള്ള റൗണ്ട് ഫ്രെയിമും കൂടെ വയ്ക്കുക. എന്നിട്ട് ക്ലോത്ത് ഒരേപോലെ പിടിച്ചിട്ട് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ നെക്ക് ലൈന്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ കളറുള്ള സെറി ത്രെഡാണ്. ഇത് വെച്ചിട്ട് സിമ്പിൾ ചെയിൻ സ്റ്റിച്ചാണ് ആദ്യം ചെയ്യുന്നത്. ഇനി നീഡിൽ ഇതേപോലെ കുത്തിയിട്ട് ത്രെഡ് നമ്മൾ മുകളിലേക്ക് പുള്ളി ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ പുള്ളി ചെയ്തെടുത്തിട്ട് നോർമൽ നമ്മൾ എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ആരിയിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ ഒറ്റ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെയുള്ള നെറ്റ് ക്ലോത്തിലും ഈ ക്ലോത്തിലെ സാരി ബ്ലൗസിൻ്റെ ക്ലോത്തിലും കൂടെ വരുന്ന പോലെയാണ് ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചിന് മുകളിലൂടെ ഓരോ സിക്സാക് സ്റ്റിച്ചസും കൂടെ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ ത്രെഡ് പുള്ളി ചെയ്തു. അതിനുശേഷം ആ ചെയിൻ സ്റ്റിച്ചിനെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുത്തു. ഇനി വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ സിക്സാക് എങ്ങനെയാണ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചിന് മുകളിലൂടെ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ സിക്സാക് സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെറ്റ് ക്ലോത്തും അതുപോലെ മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് ഫിക്സ് ആകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നെറ്റ് ക്ലോത്ത് ആണെങ്കിൽ ചിലപ്പം വിട്ടുപോകാനൊക്കെ ചാൻസ് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് ഇതേപോലെ സിക്സാക് സ്റ്റിച്ചസ് കൊടുക്കുന്നത്. നെറ്റ് ക്ലോത്ത് നമുക്ക് ഏതൊക്കെ പോർഷനിൽ വേണോ അത്രയും പോർഷനിലും ഇതേപോലെ തന്നെ സിക്സാക് സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നെറ്റ് ഇളകിപ്പോരും. ഇത്രയും പോർഷനിലാണ് അപ്പോൾ നെറ്റ് ക്ലോത്ത് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രെയിമിൽ നിന്ന് അഴിച്ചെടുക്കാം. എന്നിട്ട് ആ നെറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അതും അല്ലെങ്കിൽ ഫ്രെയിമിൽ വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ടും വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഇത് കുറച്ചും കൂടി ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ നെറ്റ് ക്ലോത്ത് ഫ്രെയിമിൽ നിന്ന് അഴിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഫ്രെയിമിലേക്ക് വെച്ചിട്ട് എക്സസ് ആയിട്ട് വന്നേക്കുന്ന നെറ്റ് ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സെറി ത്രെഡ് കട്ട് ചെയ്ത് പോകാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷനിലെ ബ്ലൗസ് മെറ്റീരിയൽ മാത്രം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ ഒരു ഹോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒരു നീഡിൽ അതിൻ്റെ ഉള്ളിലൂടെ കടത്തിയെടുത്തേക്കുവാണ്. അപ്പം നെറ്റ് ക്ലോത്ത് കട്ടാകാൻ പാടില്ല, ബ്ലൗസ് മെറ്റീരിയൽ മാത്രമേ കട്ടാകാൻ പാടുള്ളൂ. അപ്പം ഹോൾ ഉണ്ടാക്കി ഇനി അതൊന്ന് സ്ലോ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കണം. നെറ്റ് ക്ലോത്ത് ഒരു കാരണവശാലും കട്ടായി പോകാൻ പാടില്ല.
നമ്മൾ ആ ക്ലോത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് വന്നേക്കുന്നത്. ഈ ഒരു പോർഷനിൽ നെറ്റ് മാത്രമേ ഉള്ളൂ. മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ആ നെക്ക് ലൈനിന് ചുറ്റും ഓരോരോ ഷുഗർ ബീഡ്സും കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ആ നെറ്റിൻ്റെ ക്ലോത്തിൻ്റെ റോ എഡ്ജസ് ഒക്കെ ഇല്ലേ, അതും ഇതേപോലെ അങ്ങ് ഫിക്സ് ആയി പോകും നമ്മൾ ഈ ഷുഗർ ബീഡ്സും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. അടുത്ത റോ നമ്മൾ ഗോൾഡൻ ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. സൈസ് നമ്പർ 5 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു റോയും കൂടെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി തേർഡ് റോയും ഓരോ റോ ഷുഗർ ബീഡ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഗ്രീൻ കളറുള്ള സിൽക്ക് ത്രെഡ് വെച്ചിട്ട് നെറ്റിന് മുകളിലൂടെ ഓരോരോ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തപ്പോൾ കുറച്ച് റോ എഡ്ജസ് ഒക്കെ കാണുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് ആ സെയിം കളറുള്ള സിൽക്ക് ത്രെഡ് വെച്ചിട്ട് തന്നെ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു കുഞ്ഞ് ബീഡ് വർക്കും കൂടി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ നീഡിലൊന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും കോർത്തെടുക്കാം. നീഡിൽ ആദ്യം ഷുഗർ ബീഡ് കോർത്തെടുക്കണം, എന്നിട്ട് ഗോൾഡൻ ബീഡ് ഇതേപോലെ കോർത്തെടുക്കുക. എന്നിട്ട് ത്രെഡിലേക്കൊന്ന് നീഡിൽ കടത്തി നമ്മുടെ ബീഡ് അതിലേക്കൊന്ന് വയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കുത്തുക. കുത്തി കഴിയുമ്പോഴത്തേക്ക് ത്രെഡ് ഇങ്ങനെ വന്നില്ലേ, ഇനി ആ ത്രെഡ് ആ ബീഡിൻ്റെ മുകളിലൂടെ ഒന്ന് വെച്ചിട്ട് താഴേക്ക് വലിച്ചു കഴിയുമ്പം അതങ്ങ് ഫിക്സ് ആവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ നെക്കിന് ചുറ്റും ഇതേപോലെ ഒന്ന് ചെയ്യുന്നുണ്ട്. നമുക്ക് നെറ്റിന് മുകളിൽ ഇതേപോലത്തെ ഒരു കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ഒരു ചെറിയ വർക്കും കൂടെ ചെയ്യാം. അപ്പോൾ ആദ്യമേ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹെയറിൽ ഉടക്കുന്നത് കൊണ്ടാണ് ക്ലിപ്പ് സ്റ്റോണിന് പകരം കുന്തൻ സ്റ്റോൺ ഞാൻ ബാക്ക് നെക്കിൽ യൂസ് ചെയ്യുന്നത്. ഇനി ആ സ്റ്റോണിന് ചുറ്റും ഒരു റോ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. അതാണ് ഫസ്റ്റ് റോ. പിന്നെ സെക്കൻഡ് റോയിൽ ഞാൻ വീണ്ടും ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കും. അങ്ങനെ നമുക്ക് എത്രത്തോളം സൈസിൽ ആ ബുട്ട വേണോ അതിനനുസരിച്ച് നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ സെക്കൻഡ് റോയിൽ നമ്മൾ ഗോൾഡൻ ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്.
നമ്മൾ ലാസ്റ്റ് റോയിൽ ഇതേപോലെ ഒരു ഗോൾഡൻ ബീഡും ഷുഗർ ബീഡും വെച്ചിട്ട് നമ്മൾ നെക്കിൽ ചെയ്തില്ലേ അതേപോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതേപോലത്തെ സ്റ്റോൺസ് വെച്ചിട്ട് സ്കാറ്റർ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള നെറ്റ് ക്ലോത്തിൻ്റെ ഡിസൈനിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക്